നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടുകാൽക്കോണം റോഡരികത്ത് വാറുവിള വീട്ടിലേക്ക് 3 വർഷം മുൻപാണ് ശ്രീധുവും കുടുംബം വാടകയ്ക്ക് എത്തിയത്. ഈ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ദേവേന്ദുവിന് ജന്മം നൽകിയത്. അന്നു മുതൽ അയൽക്കാരുടെ ഓമനയായിരുന്നു കൊല്ലപ്പെട്ട ദേവേന്ദു. കഴിഞ്ഞ ദിവസം വെള്ള തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞു ദേവേന്ദുവിനെ ആംബുലൻസിലേക്ക് എടുത്തുകൊണ്ടുപോകുമ്പോൾ കരയാത്തവരെ ആരും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളിൽ ചിലർ അലമുറയിട്ടു. ദേവേന്ദു ജനിച്ചു കഴിഞ്ഞ് ശ്രീധു ജോലിക്കായി ദിവസങ്ങളോളം വീട് വിട്ടു നിന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്നതും കൊഞ്ചിച്ചതുമെല്ലാം അമ്മൂമ്മ ശ്രീകളെയും അയൽക്കാരായ സ്ത്രീകളുമായിരുന്നു. ദേവേന്ദുവിന്റെ കളിച്ചീരിയും നിറഞ്ഞതുമായിരുന്നു മതിൽ വ്യത്യാസം പോലുമില്ലാതെ ചേർന്ന് കിടക്കുന്ന ഈ വീടുകളിലെ പകൽ നേരങ്ങൾ. തന്നെ കാണുമ്പോൾ ഷീജ എന്ന് പേരെടുത്ത് കൊഞ്ചി വിളിച്ചാണ് കുഞ്ഞ് സംസാരിച്ചിരുന്നതെന്ന് തൊട്ടടുത്ത വീട്ടിലെ ഷീജ ഓർമ്മിച്ചു. ഷീജ തയ്യൽ ജോലി ചെയ്തിരുന്നതിനാൽ കാലറ്റ് നീളമുള്ള പാവാട തയ്ച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് എപ്പോഴും വീട്ടിലേക്ക് കയറി വരുന്നതെന്നതും അവൾ ഓർത്തു. എപ്പോഴും എടുത്തു നിന്നിരുന്ന സഹോദരിയും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന നേരം അത്രയും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാവയെ കാണണമെന്ന് ഏങ്ങലടിക്കുകയായിരുന്നു. ശ്രീധുവിന്റെ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി പോലീസും നാട്ടുകാരും പറയുന്നുണ്ട്. പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികൾ. സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി ശ്രീധു കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. സംഭവത്തിൽ ദുരൂഹത സംശയിച്ച പോലീസ് തെളിവുകളുമായി ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് തിരച്ചിൽ നടത്തിയ ഇവർ ദേവേന്ദു കൊല്ലപ്പെടുന്നതിന് തലേന്ന് പരാതി പിൻവലിച്ചു. മകൾക്ക് വീടിന് മുന്നിൽ വെച്ച് അപകടം പറ്റിയെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞ് ശ്രീധു ചിലരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പ്രതിയായ അമ്മാവൻ പോലീസ് സ്റ്റേഷനിൽ നിരാഹാരം മുറയെടുക്കുകയാണ്. പ്രതി ഭക്ഷണം പോലും കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഇയാൾക്ക് മറുപടിയില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ശ്രീധുവും ഹരികുമാറും നിഗൂഢ സ്വഭാവമുള്ളവരെന്നാണ് പോലീസ് പറയുന്നത്. തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സാപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു. ശ്രീധു മതപഠന ക്ലാസുകളിലും പങ്കെടുത്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹരികുമാർ ആകട്ടെ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയും. സ്വന്തം മകൾ മരിച്ചിട്ടും ശ്രീധുവിന് യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. സംസ്കാര ചടങ്ങിൽ പോലും യുവതി പങ്കെടുത്തില്ല. ഒരിക്കൽ ദേഷ്യത്തിൽ ദേവേന്ദുവിനെ ഹരികുമാർ വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്നും തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെടുന്നതെന്നും ശ്രീധു പറഞ്ഞത് കേസിൽ പ്രധാന തുമ്പായി. വീട് വാങ്ങാൻ നൽകിയ 30 ലക്ഷം രൂപ ഒരു സുഹൃത്തെ തട്ടിയെടുത്തെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീധുവിന്റെ മൂത്ത മകളുടെ ശ്രീകളുടെയും മൊഴി പോലീസ് എടുക്കുകയാണ്. ഈ കുട്ടിയെയും ഹരികുമാർ മുമ്പ് ഉപദ്രവിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്തതിനു ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴി. പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവായിരുന്നു. പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു. ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധു ശ്രമിച്ചു. കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നുവെന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം. ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അമ്മയുടെ പങ്കിലടക്കം പോലീസ് സംശയങ്ങളുണ്ട്. അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.